വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ആ സംഘപരിവാറിന്റെ മറ്റൊരു ഏജന്റാണ് തലക്ക് പുറകുള്ള ലോക് ഭവനിൽ നമ്മുടെ നികുതി പണം കൊണ്ട് തുന്നു കുടിച്ച് നമുക്കെതിരെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സഹോദരികളെ യാതൊരു കാരണവുമില്ലാതെ ചോര തുപ്പിച്ച ഒരു ഭരണകൂടമാണ് ഭരിക്കുന്നത്. ആ ഭരണകൂടത്തിന്റെ തെല്ലാലാണ് നമുക്ക് പുറകിലിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന സമ്മാനിയായിട്ടുള്ള ആളുകൾക്കും ആളുകളും കൂടി വേണ്ടിയാണ് ഈ സമരം. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അത് ന്യായമായ ആവശ്യമാണ്. ആ ആവശ്യം അംഗീകരിക്കാനുള്ള സന്നദ്ധതയാണ് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കേണ്ടത്. അതോടൊപ്പം പ്രധാനമന്ത്രിക്കും ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാനാകില്ല. പ്രധാനമന്ത്രിയും തന്റെ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ ഈ കാര്യത്തിൽ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. 23 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ചോദ്യപേപ്പർ ലീക്ക് ചെയ്തത് പരീക്ഷ നടത്തുന്നവരാണ്. പരീക്ഷ നടത്തുന്നവർ ചോദ്യപേപ്പർ ലീക്ക് ചെയ്താൽ പിന്നെ എങ്ങനെയാണ് പരീക്ഷ നല്ല വിധത്തിൽ നടക്കുക, വിദ്യാർത്ഥികൾക്ക് മെറിറ്റോറിയസ് അഡ്മിഷൻ നടക്കുക? അതിന്റെ പേരിൽ 21 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. ആ വിദ്യാർത്ഥികളുടെ ജീവനിട്ട് പോയതിന് അതിന്റെ നഷ്ടപരിഹാരം, അവരുടെ മാതാപിതാക്കൾക്കുണ്ടായ നഷ്ടം, ഈ സമൂഹത്തിനുണ്ടായ നഷ്ടം, അതിനാര് മറുപടി നൽകും? ഇതൊക്കെയും ഒരു സാമൂഹ്യ പ്രശ്നമല്ലേ? ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യാതെ ഒളിച്ചോടുകയല്ലേ നരേന്ദ്രമോദി ചെയ്യുന്നത്? എന്നിട്ടോ ഇന്ന് രാവിലെ എക്സിൽ ഒരു ട്വീറ്റാണ്. എന്താ വന്നത്? ഈ രാജ്യത്തെ വിദ്യാർത്ഥികളോടൊപ്പമാണ് ഞങ്ങൾ. ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ജീവിതം നശിപ്പിക്കരുതെന്ന്. ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ജീവിതം നശിപ്പിക്കുന്നത് സംഘപരിവാറാണ്. ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവിയെ ഇല്ലാതാക്കിയവരാണ്. അതിനെ ഏതറ്റം വരെയും ചെന്ന് പ്രതിരോധിക്കാൻ ഞങ്ങൾ സന്നദ്ധരുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് വിദ്യാർത്ഥികളോടും പൊതുജനങ്ങളോടും ആവശ്യപ്പെടാനുള്ളത്, ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളെ തകർക്കാനുള്ള ഇടപെടലുകൾ നടത്തുന്ന സംഘപരിവാർ, ആ സംഘപരിവാറിന്റെ വ്യത്യസ്ത ഏജന്റുമാർ ഓരോ സംസ്ഥാനത്തുമുണ്ട്. ഈ നാട്ടിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ MBBS-ഉം എഞ്ചിനീയറിംഗും ഒക്കെ പഠിക്കുന്നത് ഈ മെറിറ്റിൽ നിന്നാണ്. അതിനെ അട്ടിമറിച്ചാൽ സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാകും, പ്രതിരോധമുണ്ടാകും. ഇതാ ആ സംഘപരിവാറിന്റെ മറ്റൊരു ഏജന്റാണ് തലക്ക് പുറകുള്ള ലോക് ഭവനിൽ നമ്മുടെ നികുതി പണം കൊണ്ട് തുന്നു കുടിച്ച് നമുക്കെതിരെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സർവകലാശാലകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളിലിരിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ തറവാട്ട് സ്വത്തൊന്നുമല്ല കേരളത്തിലെ സർവകലാശാലകൾ എന്ന് മാത്രമല്ല, ഈ മാർച്ച് ഇതുപോലെ അങ്ങോട്ട് മാർച്ച് ചെയ്ത് കയറാനും ഞങ്ങൾക്കറിയാം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട്. പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഇന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഈ മഹാപ്രതിഷേധ റാലി ഇവിടെ സംഘടിപ്പിച്ചതിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ നേതാവും SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് കടക്കാനേ ഉദ്ദേശിക്കുന്നില്ല. ഈ ലോക്ക്ഡൌൺ മാർച്ച് SFI പ്രഖ്യാപിച്ച് ഇന്ന് സംസ്ഥാനത്തെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ച് അതിന്റെ സംഘാടനത്തിലേക്ക് SFI കടക്കുമ്പോഴാണ് ഇവിടുത്തെ SHOമാർ ചിലർ, ഇവിടെ ചില സ്കൂളിലെ പ്രിൻസിപ്പൽമാർക്ക് ഒരു കത്ത് കൊടുത്തത് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ആ കത്ത് കൊടുത്ത SHOമാരോട് അന്വേഷിക്കുമ്പോ അവർ പറയുന്നത്, അങ്ങനെ ഒരു കത്ത് കൊടുക്കാൻ നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് ലോക് ഭവനിൽ നിന്നാണ് എന്നാണ്. ലോക് ഭവനിൽ നിന്നൊരു കത്ത് SHOമാര് വഴി ഈ കേരളത്തിലെ സ്കൂളുകളിലേക്ക് കൊടുത്തുവിട്ടാൽ, അങ്ങനെ ആ കത്ത് മേടിച്ച് സ്കൂളിലെ ക്ലാസ് മുറിയിൽ തന്നെ ഇരിക്കുന്നവരാണ് കേരളത്തിലെ വിദ്യാർത്ഥികളെന്ന് ഗോവക്കാരനായ അർലേക്കർ വിചാരിച്ചെങ്കിൽ, അർലേക്കറെ, നിന്റെ പടിയുടെ മുറ്റത്ത് കത്ത് കൊടുത്ത് മുടക്കാൻ ശ്രമിച്ചതേ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ച് SFIയുടെ കൊടിയുമായി നിൽക്കുന്ന കാഴ്ച കണ്ണുണ്ടെങ്കിൽ ഒന്ന് കണ്ണു തുറന്ന് നോക്കുന്നത് വളരെ നന്നായിരിക്കും. ആരാണ് കേരളം ഭരിക്കുന്നത്? നാം ഇങ്ങോട്ട് വന്നപ്പോ
പാളയത്തിനപ്പുറത്തായ ഒരു കെട്ടിടം കണ്ടു, സെക്രട്ടേറിയറ്റ്. ആ സെക്രട്ടേറിയറ്റിൽ നിന്നാണോ അതോ ലോക് ഭവനിൽ നിന്നാണോ ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് ഈ കേരളത്തെ ഭരിക്കാൻ ചുമതലപ്പെടുത്തിയവർ ഈ നാടിനോട് വിശദീകരിക്കേണ്ടതായിട്ടില്ലേ? ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ലോക് ഭവന് മുന്നിൽ എന്ത് വില? ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിക്ക് ലോക് ഭവന് മുന്നിൽ എന്ത് വില? നിങ്ങൾ ഇരിക്കുമ്പോഴാണ് നിങ്ങളെ മറികടന്ന് ഈ കേരളം ഭരിക്കാൻ ഇവിടുത്തെ ലോക് ഭവനിലെ തമ്പുരാൻ ഗവർണർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അന്തസ്സുണ്ടെങ്കിൽ, ആത്മാഭിമാനമുണ്ടെങ്കിൽ, നാഴികയ്ക്ക് 40 വട്ടം 102 MLA-മാർ കൂടെ ഉണ്ടെന്ന് പറയുന്നത് ആർജവത്തോടെയാണെങ്കിൽ ഗവർണറോട് അടങ്ങിയിരിക്കാൻ പറയാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് കാണിക്കേണ്ടതില്ലേ? ഇന്നലെയാണ് എവിടെ ഡൽഹിയിൽ നടത്തിയ ഐതിഹാസികമായ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച അവിടുത്തെ പോലീസിനെതിരായ ഒരു ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെടുന്നത്. അവിടുത്തെ അഭിഭാഷകർ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ അതിക്രൂരമായ അക്രമത്തെ അവിടുത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് മുന്നിൽ തുറന്നുകാട്ടാൻ ശ്രമിച്ചപ്പോ ചീഫ് ജസ്റ്റിസ് അഭിഭാഷകരോട് ഓപ്പൺ കോടതിയിൽ പറഞ്ഞത് വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ദീസ് ഇഷ്യൂസ് എന്നാണ്. ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ചെലവഴിക്കാൻ സമയമില്ല പോലും, ഞങ്ങൾക്ക് ഇതിനു വേണ്ടി പാഴാക്കാൻ സമയമില്ല പോലും. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിനായ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ, അവർക്ക് ഈ രാജ്യത്തെ ഭരണകൂടത്തിൽ നിന്ന് മൃഗീയമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോ, ലാത്തികൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോ, ആണിയടിച്ച ലാത്തികളാൽ ആക്രമിക്കപ്പെടുമ്പോ, പെല്ലറ്റുകളാൽ ആക്രമിക്കപ്പെടുമ്പോ, ടിയർ ഗ്യാസുകളാൽ ആക്രമിക്കപ്പെടുമ്പോ ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം പറയുകയാണ് ഞങ്ങൾക്ക് അവരെ കേൾക്കാൻ സമയമില്ലെന്ന്. ഇവിടുത്തെ